CPIയെ UDF-ലേക്ക് ക്ഷണിച്ചത് MM ഹസന്റെ രാഷ്ട്രീയ അഭ്യാസമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPIM-ഉം CPIയും തമ്മിൽ ആശയപരമായി അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നും കോടിയേരി പറഞ്ഞു. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, പറയൂ. കാനൻ രാജേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം പ്രശംസിച്ചുകൊണ്ടും ഇതോടൊപ്പം CPIയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമായിരുന്നു MM ഹസന്റെ ഇന്നത്തെ പ്രഖ്യാപനം. എന്നാൽ കോൺഗ്രസ് വലിയ തകർച്ച നേരിടുന്ന സമയത്ത് കൂടെയുള്ളവർ പോലും മറ്റു പല പാർട്ടികളിലേക്ക് പോവുകയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയൊക്കെ BJP പാർട്ടിയിൽ ചേർക്കാൻ ചർച്ച നടത്തുകയും ചെയ്യുന്ന സമയത്ത് MM ഹസന്റെ CPIയെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വെറും അഭ്യാസം മാത്രമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദില്ലിയിൽ പറഞ്ഞത്. CPIയും CPM-ഉം തമ്മിൽ നയപരവും ആശയപരവുമായി ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ സമീപനമാണ് CPIയും CPM-ഉം പുലർത്തുന്നതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇടതു മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് CPIയും CPM-ഉം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇതുവരെയും എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. MM ഹസന്റെ ഇത്തരമുള്ള അഭ്യാസങ്ങൾ ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ലെന്നും സ്വന്തം പാർട്ടിയെ ആദ്യം രക്ഷിക്കാൻ MM ഹസൻ ശ്രമിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് കോടിയേരി ബാലകൃഷ്ണൻ ദില്ലിയിൽ പറഞ്ഞത്. ഇതോടൊപ്പം RSS-മായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് RSS കേരളത്തിൽ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്തുന്നു. മാത്രമല്ല 9 പ്രവർത്തകരെയാണ് ഇക്കാലയളവിൽ മാത്രം CPM പ്രവർത്തകരെ RSS കൊലപ്പെടുത്തിയത്. ഇത്തരമുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും കേരളത്തെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് RSS ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ കലാപം നടത്തിയാണ് BJP വോട്ട് നേടാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്തരം പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കാൻ RSS-ഉം BJP-യും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഭുവനേശ്വറിൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിലും ചില നിർദ്ദേശങ്ങൾ, കൂടുതൽ മണ്ഡലങ്ങൾ BJP പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. ഇത് ഇടതുപക്ഷം ഉള്ളിടത്തോളം ശക്തമായി നേരിടുമെന്നും ഒരു കാലഘട്ടത്തിലും നടക്കാത്ത കാര്യമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നാളത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിനും മറ്റു കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്കും മുന്നോടിയായാണ് കോടിയേരി ബാലകൃഷ്ണൻ ദില്ലിയിലെത്തിയത്. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒടുവിൽ മലപ്പുറം വിധിയെഴുതി കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ 10 വീതം ടേബിളുകളിലായാണ് എണ്ണുക. ആദ്യം നഗരസഭകളിലെയും ഒപ്പം പഞ്ചായത്തുകളിലെയും വോട്ടുകൾ എണ്ണും. 3 മണിക്കൂറിനകം വോട്ടെണ്ണൽ പൂർത്തിയാകും. 11 മണിയോടെ അന്തിമ ഫലമറിയാം. 71.33% ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.21%. പോളിംഗിൽ കുറവുണ്ടെങ്കിലും ഇരുമുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. KPCC പ്രസിഡന്റ് സ്ഥാനത്തെപ്പറ്റി പരക്കുന്ന വാർത്തകൾ ഭാവനകൾ മാത്രമാണെന്ന് MM ഹസൻ. ഇപ്പോൾ പ്രസിഡന്റ് താനാണെന്നും ഹൈക്കമാൻഡിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നും MM ഹസൻ പറഞ്ഞു. ഇപ്പോഴത്തെ പൊസിഷൻ അതെ, താൽക്കാലിക പ്രസിഡന്റായിട്ടാണ്. അടുത്ത പ്രസിഡന്റ് വരുന്നത് വരെയാണ് എന്നെ നിയമിച്ചത്. നൗ ഐ ആം ദ പ്രസിഡന്റ്. ഇലക്ഷൻ നടത്തുന്നത് PCC അല്ല. ദാറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് അതോറിറ്റി. ഇലക്ഷൻ അതോറിറ്റിയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലെ ഒരു സീനിയർ ലീഡർ. അവരാണ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ എൻ്റെ അണ്ടറിൽ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് തന്നെ വെറും ഒരു ഭാവനയും വെറും ഒരു സങ്കല്പവുമാണ്. വിമാനറാഞ്ചൽ ഭീഷണിയെ തുടർന്ന് രാജ്യത്തെ 3 പ്രധാന വിമാനത്താവളങ്ങളിൽ കനത്ത ജാഗ്രത. ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ വിമാനത്താവളങ്ങളിൽ വിമാനം റാഞ്ചാൻ പദ്ധതിയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് മുംബൈ പോലീസിന് അജ്ഞാത സ്ത്രീയുടെ ഇമെയിൽ സന്ദേശവും ലഭിച്ചിട്ടുണ്ട്. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ വിമാനറാഞ്ചൽ ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയോടെയാണ് മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഈസ്റ്റർ ദിനത്തിൽ വിമാനങ്ങൾ തട്ടിയെടുക്കുമെന്നുള്ള സന്ദേശം ലഭിച്ചത്. വിമാനം തട്ടിയെടുക്കുവാൻ 6 യുവാക്കൾ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ 23 പേർ പങ്കെടുത്തിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശത്തിൽ. ഒരു യുവതിയാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. റാഞ്ചൽ ഭീഷണിയെ തുടർന്ന് ഡൽഹി അടക്കമുള്ള മറ്റ് വിമാനത്താവളങ്ങളിലും മെട്രോകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഭീഷണിയെ തുടർന്ന് വിമാനത്താവളങ്ങളിലെ സന്ദർശന ഗാലറികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ സിറ്റി പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായം തേടിയിട്ടുണ്ടെന്ന് CISF ഡയറക്ടർ OP സിംഗ് അറിയിച്ചു. സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായത്തോടെ സുരക്ഷ കർശനമാക്കാൻ കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകി കഴിഞ്ഞു.
എന്നാൽ ഡെറാഡൂൺ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ വെച്ച സാറ്റലൈറ്റ് ഫോണുമായി ഒരു യുവതി പിടിയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവയ്ക്കാതെ ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. എന്നാൽ മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോയിലാണ് മിസൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവയ്ക്കാതെയാണ് ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയത്. എന്നാൽ മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോയിലാണ് മിസൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏതുതരം മിസൈലാണ് പരീക്ഷിച്ചതെന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അത് ഭൂഖണ്ഡാന്തര മിസൈൽ അല്ലെന്നാണ് യുഎസിന്റെയും ദക്ഷിണ കൊറിയയുടെയും വിലയിരുത്തൽ. ആണവ പരീക്ഷണങ്ങളെ എതിർക്കുന്നവർക്കുള്ള മുന്നറിയിപ്പെന്ന നിലയിൽ ഇന്നലെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ഉത്തര കൊറിയ സൈനിക പരേഡ് നടത്തിയിരുന്നു. മിസൈലുകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം പ്രദർശിപ്പിച്ചായിരുന്നു പരേഡ്. സൈനിക പരേഡ് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈൽ പരീക്ഷണമെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കൊറിയ 6ാമത്തെ അണുപരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളെ അമേരിക്ക ശക്തമായി എതിർത്തിരുന്നു. പരീക്ഷണങ്ങളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഉത്തര കൊറിയ. പ്രകോപനം തുടർന്നാൽ യുദ്ധത്തിന് മടിക്കില്ലെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. സിറിയൻ ബസിന് നേരെയുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 112 പേർ കൊല്ലപ്പെട്ടു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള പട്ടണങ്ങളിൽ നിന്ന് ആളുകളുമായി സർക്കാർ നിയന്ത്രിത മേഖലയിലേക്ക് പോകുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഭീകരരാണ് സ്ഫോടനം നടത്തിയതെന്നും സിറിയൻ TV അറിയിച്ചു. അലപ്പോയുടെ സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് പോകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഫുവ, കാഫ്രിയ പട്ടണങ്ങളിൽ കാത്തുനിൽക്കുന്നത്. വിമതരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ നടക്കുന്നത്. അതേസമയം സിറിയൻ സേനയ്ക്കെതിരെ വീണ്ടും ആക്രമണം പാടില്ലെന്ന് റഷ്യ, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഭുവനേശ്വറിൽ നടക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് സമാപിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കാസർഗോഡ്, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ടെന്നാണ് BJP വിലയിരുത്തൽ. പ്രചാരണത്തിനായി അമിത് ഷാ കേരളത്തിലെത്തും. BJPയുടെ വെല്ലുവിളികളെ നേരിടാൻ ദേശീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. ഇതിന് NCP മുൻകൈയെടുക്കണമെന്നും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിവാദങ്ങൾ അവസാനിച്ചാൽ AK ശശീന്ദ്രനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയത്തിൽ തോമസ് ചാണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു പവാറിന്റെ മറുപടി. And some of the states we have taken program of certain sections, essentially like minorities, tribal, scheduled caste, youth. So in Kerala, we are organizing these minorities convention today. Why we are given importance to this particular subject? You see, people of India has given opportunity to Bharatiya Janata Party to look after the reins of the country. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേതലിന്റെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അവസാന ഘട്ടത്തിലേക്ക്. തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിനായി കേതൽ, ജിൻസൺ രാജയെ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. കേതലിന്റെ കസ്റ്റഡി കാലാവധി ഈ മാസം 20-ന് അവസാനിക്കും. അതേസമയം കേതൽ ആസൂത്രിതമായി പകയോടെയാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവനന്തപുരം നന്ദൻകോട് 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ കേതൽ, ജിൻസൺ രാജയ്ക്ക് ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇതോടെ കേസിലെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മാതാപിതാക്കളായ ഡോക്ടർ ജീൻ പത്മ, പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോളിൻ എന്നിവരെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കത്തിച്ചത് താൻ തന്നെയാണെന്ന വസ്തുത പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കേതൽ സമ്മതിച്ചു. ജീൻ പത്മയുടെ സഹോദരി ലളിതയെ കൊലപ്പെടുത്തിയ കാര്യവും കേതൽ വെളിപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകം നടത്തിയത് കേതലാണ് എന്നതിന് സാഹചര്യ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. കേതൽ പെട്രോൾ വാങ്ങിയ പമ്പ്, സഞ്ചരിച്ച ഓട്ടോറിക്ഷ, ഭക്ഷണം വാങ്ങിയ ഹോട്ടൽ, വിഷം വാങ്ങിയ കട, ഇന്റർനെറ്റ് കഫേ എന്നിവിടങ്ങളിൽ നടത്തിയ തെളിവെടുപ്പിലും കേതലിനെതിരായ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനായി. ചെന്നൈയിലെ 2 ദിവസത്തെ തെളിവ് ശേഖരിക്കലിന് ശേഷം പോലീസ് ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം പരിശോധിക്കും. ആസൂത്രിതമായി പകയോടെ ക്രൂരമായി നടത്തിയ കൊലപാതകമാണെന്ന കാര്യം കേതൽ, ജിൻസൺ രാജ സമ്മതിച്ചതോടെ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു. കേതലിന്റെ ആസ്ട്രോ പ്രൊജക്ഷനും മാനസിക രോഗമുണ്ടെന്ന അഭിനയവുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള ചോദ്യം ചെയ്യലിൽ പൊളിച്ചടുക്കി. മഴുവിൽ നിന്ന് ലഭിച്ച വിരലടയാളം കേതലിൻ്റേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. DNA, രക്തസാമ്പിളുകളുടെ പരിശോധന, ഫോറൻസിക് ശാസ്ത്രീയ പരിശോധന തുടങ്ങിയവ ലഭിച്ചാൽ അന്വേഷണ സംഘം കേസിൽ കുറ്റപത്രം തയ്യാറാക്കും. ചെന്നൈയിലെ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും.
ഈ മാസം 20-ന് കേതലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്ക് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് ഓരോ വിശ്വാസിയും ഈസ്റ്റർ ആഘോഷിച്ചത്. ഉയർപ്പ് തിരുനാൾ ആചരിക്കുമ്പോൾ പാപത്തെ കീഴടക്കി പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. ലോകത്തിന്റെ പാപങ്ങളെല്ലാം സ്വന്തം ചുമരിലേറി കുരിശിലേറി യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിയതിന്റെ ഓർമ്മ ക്രൈസ്തവർ പുതുക്കിയത് പ്രത്യേക പ്രാർത്ഥനകളോടെയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഉയർപ്പ് ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്ക് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. അവനെ തന്നെ ഞങ്ങളും ആരാധിക്കുന്നു. വിശ്വാസികളുടെ വലിയ തിരക്കാണ് പള്ളികളിൽ അനുഭവപ്പെട്ടത്. പാളയം പള്ളിയിൽ നടന്ന ചടങ്ങില് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം നേതൃത്വം നൽകി. എന്തെന്നാൽ അങ്ങേ പ്രചോദനത്താലല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുമുള്ള സുഹൃത്ത് വളർച്ചയും കൈവരുന്നില്ലല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി. തിരുവനന്തപുരത്തെ എല്ലാ പ്രധാന ദേവാലയങ്ങളിലും ഉയർപ്പ് ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യഷാപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയെന്നാൽ പാപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നാണ് അർത്ഥമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഈസ്റ്റർ സന്ദേശത്തിലാണ് ആലഞ്ചേരിയുടെ വിമർശനം. ഗർഭസ്ഥ ശിശുക്കളെ കൊല ചെയ്യുവാനുള്ള സർക്കാരുകളുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നു പല രാജ്യങ്ങളിലുമെന്ന് നമുക്കറിയാമല്ലോ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അംഗവൈകല്യമുണ്ട്, ആ കുഞ്ഞിന് ബുദ്ധിവികാസമില്ല, അതുകൊണ്ട് അതിനെ ഗർഭസ്ഥ സ്ഥിതിയിൽ തന്നെ വധിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്രകാരം ഒരുപക്ഷെ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാർ കാണും. എന്നാൽ നമുക്കറിയാമല്ലോ, ജീവന്റെ പൂർണ്ണതയോടുകൂടി ജനിക്കുന്ന നമ്മെ പോലുള്ളവരെ സംരക്ഷിക്കുവാൻ നമ്മുടെ മാതാപിതാക്കള്, സമൂഹം, സർക്കാരുകള് എന്തെല്ലാം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ജെറുസലേം ദേവാലയത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് സഞ്ചാരികളുടെ പ്രവാഹം. യേശുദേവനെ അടക്കം ചെയ്ത കല്ലറ തുറന്നതിന് ശേഷമുള്ള ആദ്യ ഈസ്റ്റർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള സംഘവും ജെറുസലേമിലെത്തിയിരുന്നു. കത്തോലിക്ക, ഓർത്തഡോക്സ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ജെറുസലേമിലെ ഈസ്റ്റർ വിശേഷങ്ങളുമായി ശ്ലീബ കാട്ടുമങ്ങാട്ടിന്റെ ടെലി റിപ്പോർട്ട്. വളരെ അനുഗ്രഹകരമായി വിവിധ രാജ്യങ്ങളിൽ വന്ന അനേക ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ഉയർപ്പ് പെരുന്നാളായിരുന്നു ആഘോഷമായിട്ട്. വളരെ അപൂർവമായി വരുന്ന കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭകളുടെയും ഒരുമിച്ചുള്ള ആഘോഷമായിരുന്നു ഈ പ്രാവശ്യം നടന്നത്. കത്തോലിക്ക സഭയുടെ ജെറുസലേം പാത്രീക്കീസ് പിയർ പകിസ്ത ആണ് പ്രധാന കാർമ്മികത്വം വഹിച്ച് ഉയർപ്പ് പെരുന്നാളിന്റെ ആഘോഷത്തിന് നേതൃത്വം കൊടുത്ത് വിവിധ ഓർത്തഡോക്സ് സഭകളുടെ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും വന്നിരുന്ന ചെറിയ തീർത്ഥാടക സംഘത്തിന് ആത്മീയമായ നേതൃത്വം കൊടുത്തുകൊണ്ട് കുര്യാക്കോസ് മാർ ഔസേബിയസ് തിരുമനസാണ് പ്രധാന ആത്മീയ നേതൃത്വം കൊടുത്ത് ഈസ്റ്റർ ആശംസകൾ നേർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു വിവിധ രാജ്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നവരുടെ ഈ ആഘോഷങ്ങൾ. സഞ്ചാരികളുടെ ഒഴുക്ക് ഈ പ്രാവശ്യം വളരെ കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. അപൂർവമായിട്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. എല്ലാ വർഷങ്ങളും ഉള്ളതുപോലെയല്ല. ഈ കല്ലറ തുറന്ന ശേഷമുള്ള ആദ്യത്തെ ഉയർപ്പ് പെരുന്നാളാണ് അവിടെ ആഘോഷിക്കപ്പെട്ടത്. കഴിഞ്ഞ 6 വർഷമായി വേനൽക്കാലങ്ങളിൽ ഉപ്പുവെള്ളത്തിന്റെ ദുരിതമനുഭവിക്കുകയാണ് കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ 1000-ലേറെ കുടുംബങ്ങൾ. ചെമ്മീൻ പാടത്തിലേക്ക് ഉപ്പുവെള്ളം ലഭിക്കാനായി വളപട്ടണം പുഴയിലെ കാട്ടാമ്പള്ളി ഷട്ടർ അധികൃതർ വേനൽക്കാലത്ത് തുറന്നുവെക്കുന്നതാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകാത്തതോടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. വേനൽക്കാലത്ത് വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിൽ നിന്നും പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാനായാണ്
വളപട്ടണം പുഴയിൽ കാട്ടാമ്പള്ളിയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തിയത്. നവംബർ മാസത്തോടെ ഈ ഷട്ടർ താഴ്ത്തിവെക്കും. ഇതോടെ പുഴയുടെ മേലെ ഭാഗങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറില്ല. കൃഷിക്കും കുടിവെള്ളത്തിന്റെ ഉപയോഗത്തിനും ഷട്ടർ ഏറെ പ്രയോജനപ്പെട്ടു. എന്നാൽ മുണ്ടേരി, കൊളച്ചേരി പ്രദേശങ്ങളിൽ ഏതാനും ചെമ്മീൻ കൃഷിക്കാർ ചെമ്മീൻ പാടം തുടങ്ങിയതോടെയാണ് നാറാത്ത് പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിട്ടു തുടങ്ങിയത്. മുൻ സർക്കാരിന്റെ കാലത്ത് മുഴുവൻ സമയവും ഷട്ടർ തുറന്നു വെക്കാൻ തീരുമാനിച്ചു. ചെമ്മീൻ പാടങ്ങളിൽ ഉപ്പുവെള്ളം ലഭിക്കുന്നതിനു വേണ്ടിയാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സജീവൻ: കാട്ടാമ്പള്ളി ഷട്ടർ 5-6 വർഷമായിട്ട് സ്ഥിരം തുറന്നു വെച്ചതിന് ഫലമായി നാറാത്ത് പഞ്ചായത്തിനകത്ത് ഉള്ള 6-7 വാർഡുകളിൽ ഉപ്പുവെള്ള പ്രശ്നം രൂക്ഷമായതുകൊണ്ട് 1000-ഓളം കുടുംബങ്ങൾ വെള്ളത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൊളച്ചേരി പഞ്ചായത്തിൻ്റെയും മുണ്ടേരി പഞ്ചായത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ചെമ്മീൻ കൃഷി, ചെമ്മീൻ ലോബികൾക്ക് വേണ്ടി അന്നത്തെ ഗവൺമെൻറ് ഷട്ടർ തുറന്നു വെച്ച കാരണമാണ് ഈ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. കിണറുകളിലേക്കും മറ്റു ജലാശയങ്ങളിലേക്കും ഉപ്പുവെള്ളം വ്യാപിച്ചതോടെ 6 വർഷത്തോളമായി പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതത്തിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കിന്നാണെങ്കിൽ തോലിങ്ങനെ പൊട്ടി വരുന്ന അവസ്ഥയാണ്. കുളിപ്പിക്കാനോ ആക്കാനോ ഒന്നിനും കഴിയുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ 3 മാസക്കാലം ഇങ്ങനെ ബക്കറ്റും വെള്ളം എടുത്ത് നടന്നിട്ട് പ്രായമുള്ള വരെ ഇങ്ങനെ എടുത്തിട്ട് നടക്കുമ്പോൾ കൈ വേദന, കാല് വേദന. പാത്രങ്ങളും കക്കൂസുകളും എല്ലാം നിലം ഒന്നും തുടക്കാൻ കഴിയുന്നില്ല. കുട്ടികളെ കുളിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആകുമ്പോൾ 8 വർഷമായി നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെടുന്നു. നമ്മൾ വെള്ളം കടത്താൻ പോകുന്നത് തന്നെ ദൂര സ്ഥലത്തിനാണ്. അപ്പോൾ ചെറിയ മക്കളെയും പ്രായമായ ആൾക്കാർ എല്ലാം ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുടിവെള്ളം ലഭിക്കാൻ ബദൽ സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ചെമ്മീൻ കർഷകർക്ക് വേണ്ടി തങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കരുതെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. അധികൃതരാണ് ഇനി പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ സംഘടിപ്പിക്കുന്ന സൗജന്യ ആർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പ് മലപ്പുറത്ത് ആരംഭിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മലപ്പുറം മേൽമുറി MMET ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകം ഒരു ഭാഷാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടറാണ് ട്രെയിനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകനായ സഫിയ ഹനീഫ, റംല ബീഗം, അഷ്കർ അലി, അബ്ദുൽ മാലിക് തുടങ്ങിയവരെ ആദരിച്ചു.